സയനിസ്റ്റുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിചാരിയാക്കി. ഇന്നും ആ ചരിത്രം അവർ തിരുത്തി എഴുതിയിട്ടില്ല. യൂറോപ്പ് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യത്തിൽ. ഒന്ന്, യേശുവിനെ ഒരു രഹസ്യമായി ഒരു വേശ്യാബന്ധം ഒരു മോശപ്പെട്ട സ്ത്രീയുമായി ഉണ്ടായിരുന്നു. പച്ചക്കളവ് ഈ ലോകത്തെ ഏറ്റവും കല്ലുവെച്ച നോണ, ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ നോണയാണത്. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. ഈസ വിചരിക്കേ, ഈസ ഒരു പെണ്ണിനെ തൊട്ട് അവരാരാ? അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു തന്ത്രം യൂറോപ്പ് ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്? യേശു എന്ന ഒരാൾ ജീവിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നത് ഇപ്പോൾ യൂറോപ്പിലുണ്ട്. അത് ഒരു വേദഗ്രന്ഥത്തിന്റെ മിത്ത് മാത്രമാണ്. യേശു എന്നൊരാളില്ല. ആദ്യകാലത്തെ ദജ്ജാലിയൻ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കള്ളിത്തുടി, അരയിലൊരു പട്ട ബെൽറ്റ്, പിന്നെ ഒരു പീച്ചാങ്കത്തി, ഇങ്ങനെയും കൊണ്ട് ഇങ്ങനെ ബാക്കിൽ കുറെ പിള്ളേരും അങ്ങാടി കൂടെ നടക്കുന്ന ഒരു പിരാന്തരം പോലത്തെ ഒരാളായിരിക്കും ദജ്ജാൽ. ഒരിക്കലുമല്ല. ദജ്ജാലിനെ പോലെ ആധുനിക ലോകത്തിന് സുഖകരമായും നേതാവായും തോന്നുന്ന ഒരാൾ മനുഷ്യ ചരിത്രത്തിൽ, ആധുനികരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ് ദജ്ജാൽ. അത്രയും വലിയ ആളാണ് ദജ്ജാൽ. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സിംഗറാകാം, നല്ല പാട്ടുകാരൻ, അങ്ങനെയാവാം. ദജ്ജാൽ രാഷ്ട്രതന്ത്രജ്ഞനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദജ്ജാൽ മനുഷ്യരാശി കണ്ടതിലെ ഏറ്റവും വലിയൊരു കുതന്ത്രത്തിന്റെ രാഷ്ട്രതന്ത്രജ്ഞനായിരിക്കും. അതൊക്കെ സത്യം, അതല്ല യാതൊരു സംശയം വേണ്ട. എല്ലാം സത്യം. അതെന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മൾ പഠിക്കാണ്, രാവും പകലും ഇരുന്ന് പഠിക്കാണ്. അപ്പൊ ജപ്പാനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു, മാഷയിൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. എന്തുകൊണ്ട്? എന്താ കാരണം? ഞാൻ ജപ്പാനെ പറ്റി പഠിച്ചത് കൊണ്ടാണ്. ജപ്പാനിന് ഈ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ജപ്പാനിന് വളരാനില്ല. ജപ്പാനിലെ ജനങ്ങൾ ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ജപ്പാൻ മുരടിച്ചു, ജപ്പാനിന് വളർച്ചയില്ല, ജപ്പാൻ ഇനി ലോകം കീഴടക്കുകയില്ല. നാളങ്ങൾ പത്രത്തിൽ കൊടുത്താൽ റഹ്മത്തുള്ള ഖാസിം, ജപ്പാനിന് ലോകം കീഴടക്കില്ല, ജപ്പാന് സമയം കഴിഞ്ഞു. വൈഷണ്യത, കുടുംബം തകർന്നു. ഒരു ജനതയിൽ കുടുംബം തകർന്നാൽ ആ ജനതക്ക് പുരോഗതി ഉണ്ടാവില്ല. മനസ്സറിഞ്ഞവർക്ക് ചിരിക്കാൻ കഴിയില്ല. അതാണ് യൂറോപ്പ് തകർത്തത്. ഇപ്പൊ ഏഷ്യയുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. കുടുംബം തകർന്നാൽ എല്ലാം തകരും. പെണ്ണിന് നിയന്ത്രണം നഷ്ടപ്പെട്ട കുടുംബം തകരും. കുടുംബം തകർന്നാൽ സകല സംസ്കാരം തകരും. ഇപ്പൊ അതാണ് ലക്ഷ്യം, ഇതാണ് രീതി. ഇപ്പൊ സ്കൂളിൽ ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നു എന്നൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ നമ്മളത് പുരോഗതിയായിട്ടാണ് പറയാ. എന്നാലും കുട്ടികൾക്ക് പിള്ളയിലുണ്ടാവില്ലല്ലോ. പറയുമ്പോ എവിടെ ന്യായമുണ്ടല്ലോ. എന്തിനാ ചെയ്തത്? അത് പിന്നെ എന്താ പറയാ, ജാരസന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, പിന്നെ ജനസംഖ്യ നിയന്ത്രണം. സർക്കാരിനെ ഇപ്പൊ ജനങ്ങളെ സിറാത്തുൽ മുസ്തഖീം കയറ്റണമല്ലോ. ജനസംഖ്യ നിയന്ത്രണം. ഇവർ ഈ വൃത്തികേട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് കൂടും? കുട്ടികൾ കൂടും. ജനസംഖ്യ നിയന്ത്രണമാണ് സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷെ അതോടുകൂടെ ഇവിടെ എന്ത് തകരും? ഞാൻ ഇന്നലെ ഒരു കാര്യങ്ങളോട് പറഞ്ഞു, സ്ത്രീകൾക്ക് ജോലി ഉണ്ടായാൽ കുടുംബം തകരും. ഒരു 50 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു വീട്ടിൽ നിങ്ങൾ പോയി, ഇപ്പൊ മുസ്ലിം വീട് അജ്ജുമെന്നല്ല, ഒരു ഹിന്ദു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നാൽ ഉമ്മർത്തൊരാളുണ്ടാവും, അയാളോട് നിങ്ങൾ സംസാരിക്കുള്ളൂ, സ്ത്രീയോട് സംസാരിക്കൂല. ഒരു 50 കൊല്ലം മുമ്പ് ഒരു ഇന്ത്യ രാജ്യത്ത് എവിടെയും ഒരു ഹിന്ദു വീട്ടിലേക്ക് പോലും നിങ്ങൾ കയറി ചെന്നാൽ അങ്ങനെയാണല്ലോ പറയുക. മുസ്ലിമാണ്ടോ ഹജ്ജിന് പോയ ഉമ്മന്റെ എന്നല്ല പോയാൽ എന്താണ് അവർ സംസാരിക്കും. എന്തെങ്കിലും വലിയ അത്യാവശ്യ കാര്യം, ഈ കാരണം ഒരു അകത്ത് പോയി സ്ത്രീകളോട് സംസാരിച്ച് തിരിച്ചു വരും, അയാൾ സംസാരിക്കാം. നീ കാരണവരില്ലാത്ത നേരത്താണെങ്കിൽ അവിടുത്തെ ഏറ്റവും വൃദ്ധയായ സ്ത്രീ മുഖം മാത്രം ഇങ്ങനെ വാതിലൂടെ ഇങ്ങനെ പുറത്തേക്കിട്ട് എന്തോ നീക്കും, അല്ലേ?
ആ സംസ്കാരത്തെ നമ്മൾ എത്ര ബഹുമാനിക്കണം? ആ സംസ്കാരത്തെ നമ്മൾ എത്ര ബഹുമാനിക്കേണ്ടത്? ഇവിടുന്ന് അവർക്ക് അവിടുന്ന് ഇപ്പോൾ ഉള്ള ദൂരം എത്രയാണ്? ഇപ്പൊ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമുണ്ടോ? പെണ്ണൊക്കെ പുറത്തല്ലേ? പെണ്ണുങ്ങളൊക്കെ ജോലിക്കാരാണ്. പെണ്ണുങ്ങൾ ജോലിക്കാരായ കുടുംബം വന്നത് അവര്. ഏതോ ഒരു പെണ്ണിക്കിന് ജോലിക്ക് പോയതിൽ ഇപ്പൊ അതിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി കാസിമി പറഞ്ഞു വിചാരിക്കരുത്. ഒരു വ്യക്തിയല്ല ഇവിടെ വിഷയം, ഒരു സമൂഹത്തിന്റെ രീതി അതായാലും അങ്ങനെ. പണ്ട് അങ്ങനെയല്ല. പെണ്ണുങ്ങൾ എവിടെയാണ്? റബ്ബത്തുൽ ബൈത്ത്, വീട് നിയന്ത്രിക്കും. റബ്ബത്തുൽ ബൈത്ത്, റബ്ബത്തുൽ ബൈത്ത്, വീട്ടിന്റെ അധികാരി ആരാ? പെണ്ണാണ്. റബ്ബത്തുൽ ബൈത്താണ്, വീട്ടിന്റെ അധികാരി പെണ്ണാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു, ഒക്കെ നഷ്ടപ്പെട്ടു. യൂറോപ്പിന് കൊല്ലങ്ങളായി വീടില്ല, കുടുംബമില്ല, വീടില്ല, ഒന്നുമില്ല. എന്താണുള്ളത്? യൂറോപ്പിന് എന്താണുള്ളത്? സമാധാനമില്ലല്ലോ. അതുകൊണ്ട് അവർ സമാധാനത്തിന് വേണ്ടി ഓടി. രജനീഷിനെ കണ്ടപ്പോൾ അവർ എന്തുകൊണ്ടാണ് രജനീഷിന്റെ പിന്നാലെ അവർ കൂടിയത്? രജനീഷിന്റെ പിന്നാലെ അവർ കൂടിയത് എന്തുകൊണ്ട്? ഒരു ഭാരതീയനാണ് രജനീഷ്. ഒരു ഭാരതത്തിന്റെയും യൂറോപ്പിന്റെയും ഇടയിലോ മധ്യവർത്തിയാണ് രജനീഷ്. ഭാരതീയ തത്വങ്ങൾ കുറച്ചറിയും, യൂറോപ്യൻ സംസ്കാരങ്ങളും അറിയും. അപ്പോൾ അവർക്ക് നല്ല ഉൾക്കൊള്ളാനായി. അവർക്ക് ചേഞ്ച് ഒന്നും വരുത്തേണ്ടതില്ല, എന്നാൽ തത്വചിന്തകൾ കിട്ടുകയും ചെയ്യും. രജനീഷിന്റെ സ്പേസ് എന്നാണ് 20-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരാൾ ഉണ്ടായേ പറ്റൂ. രജനീഷ് ഒരു കൃത്യമായ സ്പേസിൽ വന്ന ആളാണ്. രജനീഷിനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? എന്തിനാ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? രജനീഷ് ഓഷോയാണ് രജനീഷ്. ഓഷോ കേട്ടില്ലേ? ഓഷോ യൂറോപ്യനായ ഭാരതീയന്. എന്താ ഓഷോ പറഞ്ഞത്? വിവാഹം കഴിക്കരുത്. എന്ന് നിങ്ങൾ വിവാഹിതരായാൽ അന്ന് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും. ആണും പെണ്ണും എത്ര പുസ്തകങ്ങൾ ആ വിഷയത്തിലൊക്കെ ഉള്ളത്. ഒരു നിലക്ക് രജനീഷ പറഞ്ഞത് ശരിയാ, ഒരു നിലക്ക്. പക്ഷെ മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടി വന്ന ജീവിയല്ല. മസ്ഊലിയത്തിന് ഉത്തരവാദിത്താണ്. ഈ പ്രപഞ്ചം അവന്റെ ചുമലിലാണ്, ഉത്തരവാദിത്തമാണ് അവന്. ആ ഉത്തരവാദിത്വത്തിൽ വരുന്ന വളരെ ഹൈ പ്രഷറാണ്. ആ ഹൈ പ്രഷറാണ് കുടുംബത്തിലൂടെ ലഘൂകരിച്ച് കിട്ടുക. അല്ലാതെ കളിക്കാൻ വേണ്ടി വന്നവനല്ല മനുഷ്യൻ, അത് കുരങ്ങാണ്. മനുഷ്യനെ പോലെ ഒരു ഉടലും കളിയുള്ള അത് കുരങ്ങ. മനുഷ്യനതല്ല. മനുഷ്യനെന്ന് പറഞ്ഞ ഒരു മസൂലിയത്ത്, ഉത്തരവാദിത്താണ് മനുഷ്യന്. അപ്പൊ മനുഷ്യന് ഹൈ പ്രഷർ ഉണ്ടാവും. ഹൈ പ്രഷർ ഉണ്ടാവണമെങ്കിൽ തണുപ്പിക്കണം. അവളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഒരു പെണ്ണിനെ കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവുമെങ്കിൽ അവളെ ഭാര്യയാക്കാൻ പറ്റും. ഭാര്യയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം ഭർത്താവിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കലല്ല, കഞ്ഞിയും ചോറും ഒക്കെ നമുക്ക് പാർസൽ വാങ്ങാം. ഭാര്യയുടെ യഥാർത്ഥ ഉത്തരവാദിത്വം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഭാര്യയുടെ യഥാർത്ഥ ഉത്തരവാദിത്വം? ഭർത്താവിന്റെ ഉത്തരവാദിത്വം സമൂഹ നിർമ്മിതി. ഒരു നിരക്ക് രജനീഷ് പറഞ്ഞ ശരിയാ. രജനീഷിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കമിതാക്കൾ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണ് കടപ്പുറത്ത്. അപ്പൊ ഈ ആണും പെണ്ണും ഓടിക്കളിക്കുമ്പോൾ രജനീഷ് തന്റെ ശിഷ്യന്മാരോട് പറയും, അങ്ങോട്ട് നോക്കൂ, ഇനി അവരെ നിങ്ങൾ വിളിച്ച് വിവാഹിതരാക്കൂ, എങ്കിൽ നാളെ മുതൽ അവർക്ക് കളിക്കാൻ കഴിയില്ല. പിന്നെ മസ്ഊലിയത്തായി. മനുഷ്യൻ കുരങ്ങല്ല. കുരക്കിന് ആ പെണ്ണിലേക്ക് ചാടാ, ഈ പെണ്ണിലേക്ക് ചാടാ. മനുഷ്യൻ അത് പറ്റൂല. മനുഷ്യനാരാ? ഈ പ്രപഞ്ചത്തിൽ പടച്ച തമ്പുരാന്റെ പ്രതിനിധിയാണ് മനുഷ്യനാണ്. എല്ലാം എന്നാണ് ലോകം അവസാനിക്കുക? എന്നാണോ മനുഷ്യൻ അവന്റെ യഥാർത്ഥ റൂട്ടിൽ നിന്ന് പൂർണ്ണമായി തെറ്റുക, അന്ന് ലോകം അവസാനിക്കും. നമ്മളെല്ലാം ഇന്നിവിടെ ഇരിക്കണില്ലേ? നിങ്ങൾ ലക്ഷ്യം അല്ലാഹു അല്ലേ? ഇന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. വേറെ നിങ്ങളാരാണ്? ഞാൻ റഹ്മത്തുള്ളാഹി ഖാസിമി. ഇന്ന് ഖിയാമത്ത് നാൾ ഉണ്ടാവില്ലടോ. നാളെ ഉണ്ടാവില്ല, മറ്റന്നാളും ഉണ്ടാവില്ല, ഇക്കൊല്ലം ഉണ്ടാവില്ല, അടുത്തൊല്ലം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നിങ്ങളെപ്പോഴത്തെ ഒരു വിടുന്നു. നിങ്ങളൊക്കെ അവനവനെ കഴിയുന്ന ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണല്ലോ.
അതിന്ന് മനുഷ്യൻ പൂർണ്ണമായി തെറ്റിയാൽ എന്ത് സംഭവിക്കും? ഗോളങ്ങൾ കൂട്ടിയടിക്കും. അപ്പോൾ ഗോളങ്ങളെ അതിന്റെ ഭ്രമണപഥങ്ങളിലും കൃത്യതയിലും നിലനിർത്തുന്ന മനുഷ്യന്റെ ധർമ്മമാണ്. ഈ ധർമ്മത്തിന്റെ മസൂലിയത്ത് പുരുഷന്റെ ചുമലിലാണ്. അവന് ഹൈ പ്രഷർ അപ്പോൾ ഉണ്ടാവും. അത് തണുപ്പിക്കലാണ് ആരുടെ ധർമ്മം? ഇതന്നെ കുടുംബം. അത് നഷ്ടപ്പെട്ട യൂറോപ്പിന്. യൂറോപ്പ് നേരെ നടുവിലൂടെ ഇറങ്ങി പാഞ്ഞു. ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തുണ്ട് ഈ വരമ്പിന് ഇറങ്ങിയിട്ട് നടുകൂടൽ പാച്ചില്ല. അതാണ് യൂറോപ്പ് പാഞ്ഞത്. ഞാനൊരിക്കൽ ഒരു 10 വർഷം മുമ്പായിരിക്കും ഞാൻ കോഴിക്കോട് നിന്ന് പരശുരാം എക്സ്പ്രസ്സിൽ കാസർഗോട്ടേക്ക് പോകും. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് 3 ആളിരിക്കുന്ന എന്താ പറയുക ചെയർക്കാർ, AC ചെയർക്കാർ. അപ്പോൾ ഒരു സ്ത്രീയും ഇംഗ്ലീഷുകാരാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അവരോട് മെല്ലെ ചോദിച്ചു എവിടുന്നാണ്. പിന്നെ അപ്പം അയാൾ ഇസ്രായേലിയ, ആ സ്ത്രീ ഇസ്രായേലി അല്ല, സ്ത്രീ പിന്നെ സ്വിറ്റ്സർലാൻഡുകാരിയോ മറ്റോ എന്തോ ആണ്, ഓർമ്മയിൽ ഇപ്പം ഇല്ല. ഇയാൾ ഇസ്രായേലിയ. അപ്പം ഞാൻ ഇയാളോട് ഇങ്ങനെ സംസാരം മധ്യേ ചോദിച്ചു ഭാര്യയാണോ? അല്ല. അവർ ഇന്നലെ ആണ് കൊച്ചിയിൽ വന്നിറങ്ങിയത്. ഇന്നലെയാണ് അവർ തമ്മിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അവർ രണ്ടാളും ഇന്നലെ കൂടെ റൂം എടുത്തു കൊച്ചിയിൽ. അത് കഴിഞ്ഞു അവർ പരശുരാമിന് പോകുന്നതാണ്. ഇനി അവർ ഞാനിപ്പോൾ കണ്ണൂർ ഇറങ്ങുന്നു, അവർ കണ്ണൂർ ഇറങ്ങുന്നില്ല, അവർ അങ്ങോട്ട്. അപ്പം അവരുടെ ജീവിതത്തിലാകെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇന്നലെ, പിരിയുന്നത് ഇന്നലെയാണ്. ഇന്നലെ കണ്ടുമുട്ടി ഇന്ന് പിരിയുന്നു. ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു രാത്രി ഒരു പെണ്ണിനുമായി കിടക്ക പങ്കിട്ടു, ആ പെണ്ണിന് പ്രശ്നമില്ല. ആ പെണ്ണിനെ രണ്ടാളും കൂടി ഒരു റൂം എടുത്താൽ ഡബിൾ റൂം ആകുമ്പോൾ എന്താണ്, രണ്ടാൾ സിംഗിൾ റൂം എടുക്കുമ്പോൾ രണ്ടാൾക്ക് പൈസ ആവുമല്ലോ. അതേസമയം ഷെയർ ചെയ്ത് രണ്ടാളും കൂടി എന്ത് ചെയ്തു, ഡബിൾ റൂം എടുത്താൽ അതിനൊരു ആനുപാതികമായ ഒരു കുറച്ചിലുണ്ട് അവിടെ. ഒന്ന് പിന്നെ പരസ്പരം ഒരു സംസാരിക്കാൻ സാഹചര്യമുണ്ട്, സംസാരിക്കാം. പിന്നെ ആണും പെണ്ണും യുവാക്കളും യുവതിയാവുമ്പോൾ സ്വാഭാവികമായും അവർക്ക് തമാശ പറയാ, കിന്നരിക്കാം ഒക്കെ ചെയ്യാം. അവർക്ക് ആവശ്യമായ ശാരീരിക ബന്ധം പുലർത്താം. രാവിലെ 10 മണിക്ക് എണീറ്റിട്ട് കുളിച്ച് അവർ റൂമിൽ നിന്ന് ഇറങ്ങി കണ്ടിട്ടുണ്ടാവും, പുറപ്പെട്ടു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഈ വണ്ടി കയറി പോന്നു. ഇനി ഇയാൾ കണ്ണൂരിൽ ഇറങ്ങുന്നു, അവർ കണ്ണൂരിൽ ഇറങ്ങുന്നില്ല. ജീവിതത്തിന്റെ ഒരു ദിവസമാണ് ഇപ്പൊ അവർ ദിവസമോ 20 22 മണിക്കൂറാണ് ഈ പുരുഷനും സ്ത്രീയും കണ്ടുമുട്ടുന്നത്. ചിലപ്പോൾ ഇവർ ഫോൺ അങ്ങോട്ടോട്ട് കൈമാറിയേക്കാം, ചിലപ്പോൾ ഇവരെ സല്ലാപങ്ങൾക്കിടയിൽ ഫോൺ അങ്ങോട്ട് നമ്പർ കൈമാറാൻ മറന്നു ഇരിക്കാം. ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലൂടെ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ വന്നേക്കാം, ആ രാത്രി വലിയ സന്തോഷകരമായിരുന്നല്ലോ, അവളുമായി ഒരു രാത്രിയും കൂടി രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നഷ്ടമേ, ഞാൻ അവളെ ഫോൺ നമ്പർ വാങ്ങിയില്ലല്ലോ. ഫോൺ നമ്പർ വാങ്ങി ആ കടലാസ് എവിടെ വീണു, അപ്പോഴാണ് നഷ്ടപ്പെടാം. നീ എന്തെങ്കിലും അവൾ ഇങ്ങോട്ട് വിളിച്ചില്ല. ഇതാണ് അവരെ സ്ത്രീ പുരുഷ ബന്ധം. നമുക്ക് അങ്ങനെയാണോ? ഈ അവസ്ഥയിൽ പിന്നെ മനുഷ്യരാശി നിലനിൽക്കൂല. ഈ അവസ്ഥയിൽ മനുഷ്യരാശി നിലനിൽക്കൂല. അപ്പൊ യേശുവിനെ വ്യഭിചാരിയാക്കുന്നതിന്റെ പിന്നിൽ യൂറോപ്പിലെ ചില സാഹിത്യകാരന്മാർ യേശുവിനെ വ്യഭിചാരിയാക്കി. മഅദല്ലാഹ്. എന്താ അവരുടെ ലക്ഷ്യം? മോസസിനെ, മഹാനായ സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വ്യഭിചാരിയാക്കിയിട്ടുണ്ട്. ആര്? സയനിസ്റ്റുകളുടെ ഭാഷയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനായി കടന്ന് എത്തിച്ചേരുന്നത് യെറുവേലിന്റെ വീട്ടിലാണ്. യെറുവേലിന്റെ വീട്ടിൽ, യെറുവേലിന്റെ മൂത്ത മകൾ ഇങ്ങനെ യെറുവേലിന്റെ വീട്ടില് ആടുമേക്കാരനായി. പിന്നെ യെറുവേലിന്റെ മൂത്ത മകളാണ് സഫാറുമായി അവിഹിത ബന്ധം പുലർത്തി. സഫൂറ ഗർഭിണിയാകുന്നതോടുകൂടെ ഈ യെറുവേൽ മൂസയെ തടവിലിട്ടു. ഇതാണ് അവരുടെ മതം. അപ്പോൾ വ്യഭിചാരിയാണ് മൂസ. ആർക്ക്? സ്വന്തം ജൂതന്മാർക്ക്. ഇത് നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾ തെൽമൂദ് എടുത്തു നോക്ക്. ഇത് തോറയല്ല, പിൽക്കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയതാണിത്. എന്തിനാണ് അവര് ചെയ്തത്? ആ കുറ്റല്ല. ഇന്നിപ്പോ നമ്മളൊരു നേതാവ് മോശമാണെങ്കിൽ പോലും അനുയായിയെ പറ്റുന്ന എന്റെ നേതാവ് അങ്ങനെയല്ലേ, ചെങ്ങനെ തന്നെയല്ലേ ഉള്ളൂ.
നമ്മൾ വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് നമ്മളെ നേതാവ്, പാങ്ങിൽ അഹമ്മദ് ഉദ്ദുസ്ലാലെ നേതാവ്, വഫക്കത്തങ്ങൾ പൂക്കോയത്തങ്ങളാണ് നമ്മൾ നേതാവ് എന്ന് നമ്മൾ പറയുന്നിടത്തുള്ള അഭിമാനത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവർ നന്മ കൊണ്ട് അറിയപ്പെട്ടവരാണ്, അത് നമ്മൾ പറയുന്നുണ്ട്. നീ ഇവരെ നമ്മൾ വ്യഭിചാരിയാക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ആക്കണേ എന്തിനാണ്? നമ്മൾ തന്നെ എഴുതിച്ചു ഇവരൊക്കെ വിചാരികളായിരുന്നു. എന്തിനാണ് ഇവരെ നമ്മൾ വ്യഭിചാരിയാക്കുന്നത്? എന്താണ്? അത് നമുക്ക് ഈസിയാക്കണം. ഒരു പെണ്ണിനെ വ്യഭിചരിച്ച് വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാട്ടിലാകെ പെണ്ണിനെ വ്യഭിചരിക്കാൻ നമുക്ക് ലൈസൻസായി. അവർ ഒരു തവണ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ന് മദ്യപിക്കാനും പറയില്ലെങ്കിൽ ഒരാൾ തന്നെ നേതാവിനെ മോശമാക്കുമോ? നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? യേശു വീഞ്ഞ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരാൾ പ്രേരിതനാവുന്ന എന്തുകൊണ്ട്? അയാൾ കുടിക്കാൻ ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് സത്യമാണ്. ഒരു പ്രവാചകൻ മദ്യപിച്ചിട്ടില്ല അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു പ്രവാചകൻ വ്യഭിചരിച്ചിട്ടില്ല, ലോക ചരിത്രത്തിലില്ല. ഒരു പ്രവാചകന്റെ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഒരു നബിയുടെയും ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ. അപ്പൊ അതാണ് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും കൊതിക്കുന്നവർ നബിയിൽ മാതൃകയാക്കട്ടെ. നബിയോ? നബിയാര സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാര പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിച്ചില്ല, കള്ളുടിച്ചില്ല, കളവ് പറഞ്ഞിട്ടില്ല, ചതിച്ചിട്ടില്ല. മാതൃക നബിയിലാണ്. ഇനിമ നമ്മൾക്ക് അതാകണമെങ്കിൽ നമ്മൾ നബി ചെയ്തിട്ടുണ്ട് എന്നല്ലേ വരുത്തി തീർക്കുക. സയനിസ്റ്റുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിചാരിയാക്കി. ഇന്നും ആ ചരിത്രം അവർ തിരുത്തി എഴുതിയിട്ടില്ല. യൂറോപ്പ് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യത്തിൽ. ഒന്ന്, യേശുവിനെ ഒരു രഹസ്യമായി ഒരു വേശ്യാബന്ധം ഒരു മോശപ്പെട്ട സ്ത്രീയുമായി ഉണ്ടായിരുന്നു. പച്ചക്കളവ് ഈ ലോകത്തെ ഏറ്റവും കല്ലുവെച്ച നോണ, ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ നോണയാണത്. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. ഈസ വിചരിക്കേ, ഈസ ഒരു പെണ്ണിനെ തൊട്ട് അവരാരാ? അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു തന്ത്രം യൂറോപ്പ് ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്? യേശു എന്ന ഒരാൾ ജീവിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നത് ഇപ്പോൾ യൂറോപ്പിലുണ്ട്. അത് ഒരു വേദഗ്രന്ഥത്തിന്റെ മിത്ത് മാത്രമാണ്. യേശു എന്നൊരാളില്ല, ഇല്ല. യേശു ജീവിച്ചിട്ടില്ല. യേശു ഒരു ചരിത്ര പുരുഷനല്ല. യേശു എന്ന ഒരാൾ ജീവിച്ചിട്ടില്ല. അവിടേക്കുള്ള കാൽവെപ്പാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല. തെളിവോടെ? തെളിവെന്താ? തെളിവ് പറയും. മുഹമ്മദ് മുസ്തഫ എന്നൊരാൾ ജീവിച്ചു എന്നൊരു എന്താ തെളിവ്? പല തെളിവുകളും ഇല്ലാതെയാക്കി. ആസാറുകൾ മുഴുവൻ കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ ആ വീട് കടന്നു വന്ന അതിന്റെ ഹിസ്റ്ററി കൃത്യമായി എഴുതി വെച്ചൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഇപ്പോൾ ഇല്ല. ഹിസ്റ്ററി തകർത്തു. ആരാ പിന്നിൽ? യൂറോപ്യന്മാർ. 1924 വഹാബികൾ മക്കയിൽ കയറി വന്നപ്പോൾ അവരാദ്യമായി ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വീട് തകർത്തു. ഖദീജ ബീവി റസൂലിനെ പാർത്ത വീട് തകർത്തു. റസൂൽ ജനിച്ച വീട് തകർത്തു. ന്യായം പറയണ എന്താ? ജനങ്ങൾ അതിനെ ബഹുമാനിച്ച് ശിർക്കാവും. ഇക്കാലം വരെ ആയിട്ടില്ലല്ലോ. ഇനി ഇപ്പം എന്തിനാ പഠിക്കണം? എന്താ ശിർക്ക്? എന്താ ശിർക്ക്? ഇത് ചായ. ഇനിയിപ്പോൾ ഇത് കടി കൂട്ടിയാൽ ശിർക്കാവും. ഇതിപ്പോൾ രണ്ടായി. ഇങ്ങനെ പേടിക്കണമെങ്കിൽ മനസ്സിലായില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം തന്നെ അർത്ഥം. ഇതിക്ക് കടി കൂട്ടിയാൽ പങ്കാളിത്തം വന്നല്ലേ? പറയടോ. അങ്ങനെ ഒരാളെ പേടിക്കുകയാണെങ്കിലോ? തുർക്കികളുടെ പള്ളികൾ മുഴുവൻ നശിപ്പിച്ചു. തുർക്കികളുടെ പള്ളികളിൽ അല്ലാഹ്, മുഹമ്മദ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്ന് എഴുതിച്ച മുഴുവനും പള്ളികളിലെ അല്ലാഹ് എന്നല്ലാത്ത മുഴുവനും രേഖകൾ മോഹിച്ചു.
ശിർക്കൊന്നാലോന്ന് വിളിച്ചിട്ട്. ലോകത്തെ ഏറ്റവും ഭയപ്പെടേണ്ട ശിർക്ക് നിസ്സാരമായി വരികയാണെങ്കിലോ അതെങ്ങനെയാണ് അത്? എടോ, ആട് വരുന്ന ദ്വാരത്തിലൂടെ ആന വരും. ആടിനെ പേടിക്കണ്ട, ആടയിലും വന്നാലും പ്രശ്നം. അതുകൊണ്ട് ആടിന്റെ തല ചെറുതായത്. ആന അങ്ങനെയല്ല. ആന എന്ന് പറഞ്ഞ സാധനത്തിന് അള്ളാഹുവിന്റെ വലിയ തല കൊടുത്തത് എന്താണെന്നറിയോ? നമ്മളെ ബാധിക്ക് കൂടുതൽ കൊള്ളൂല. അതൊരു നന്മയല്ലേ? അങ്ങനെ പേടിക്കേണ്ട സാധനത്തിന് എപ്പോഴും വരാൻ പറ്റുമല്ലോ. തുർക്കികൾ ഉണ്ടാക്കിയ മക്കായിലും മദീനായിലുമുള്ള തുർക്കി പള്ളികളിൽ അല്ലാഹ്, മുഹമ്മദ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ, ഹുസൈൻ ഇതൊക്കെ എഴുതിച്ചിരുന്നു. അതിൽ അള്ളാഹ് നിർത്തിയിട്ട് ബാക്കി മൊത്തം വായിച്ചു. എന്തുകൊണ്ട്? ശരിക്കൊന്നാലോ സുൽത്താന്റെ വീട് തകർത്ത് അരിപ്പണാക്കി. പിന്നീട് അത് കാലിച്ചണ്ടയാക്കി. കാലഘട്ടത്തിൽ പ്രശ്നം വന്നപ്പോൾ അതൊരു ലൈബ്രറി ആക്കി. ഇപ്പൊ ഇവർ പറയണത് എന്താണെന്നറിയോ? അത് ആർക്കും ചെല്ലാനും അവിടെ ലൈബ്രറി അല്ലേ? എന്നാ റസൂലുള്ളാഹിന്റെ വീടിന്റെ ലൈബ്രറിക്ക് വേണ്ട സ്ഥലം കിട്ടല്ലേ ദുനിയാവില്? റസൂലുള്ളാഹിന്റെ വീട് ലൈബ്രറി ആക്കണമെങ്കിൽ എന്തേ അത് സിദ്ദീഖുൽ അക്ബറുടെ കാലത്ത് ലൈബ്രറി ആക്കി കൂടെ? വായിക്കണവരൊക്കെ ഇവിടെ വന്ന് വായിച്ചോളൂ. ഇക്ക് പറയുന്ന ആദ്യം ലഭിക്കല്ലേ, നമുക്ക് ഇവിടുന്ന് വായിക്കാം. ഇതാണ് കുത്തിപ്പൊളിച്ചാൽ നമുക്ക് ലൈബ്രറി ആക്കാം. നല്ല ലൈബ്രറി ആക്കേണ്ട സിദ്ദീഖുൽ അക്ബർ അല്ലേ? സിദ്ദീഖുൽ അക്ബർ ഹബീബായ റസൂലുള്ളാഹിന്റെ വീട് സംരക്ഷിച്ചു, ജനിച്ച വീട്. ഉമർ ഇബ്നു ഖത്താബ് സംരക്ഷിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സംരക്ഷിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് സംരക്ഷിച്ചു. എന്തൊക്കെ പടയോട്ടങ്ങൾ ഉണ്ടായിരുന്നു, ആ വീട് നിലനിർത്തി. അള്ളാഹിന്റെ വീട്, റസൂലുള്ളാഹിന്റെ വീട് തകർത്തു. റസൂലുള്ളാഹിന്റെ ഒന്നും നമ്മൾ അംഗീകരിക്കില്ല. മുടിയാണോ? മുടി നമ്മൾ അംഗീകരിക്കില്ല. റസൂലുള്ളാഹിന്റെ ജയിൽപ്പാണോ? അയാൾ ജയിൽപ്പാണോ? നമ്മൾ അംഗീകരിക്കില്ല. പിന്നെ ഇപ്പൊ എന്താ തെളിവ്? ഖുർആനോ? ഖുർആൻ അറബികൾ എല്ലാവരും കൂടി എഴുതിണ്ടാക്കിയതാ. മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെളിവെന്താ? അവിടേക്ക് മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല എന്ന് മുസ്ലിമീങ്ങൾ പറയാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എഴുതി വെച്ചോളി. മുഹമ്മദ് എന്നൊരാൾ പറയുന്നുണ്ട്. എന്ത് തെളിവ്? അതെ അതെ. ഓഹോ, അപ്പൊ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നബി ജീവിച്ചത് തെളിവ് കിട്ടണം. ചിലപ്പോൾ നമുക്ക് തെളിവ് കിട്ടൂല. അപ്പൊ നമ്മൾ യുക്തിവാദികളെ പോലെയാവും. എന്ത്? ഇപ്പൊ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വേണ്ടി ഒരു മൗലവി മറ്റേ മൗലവിനോട് എന്ത് പറയാ? നബി ജീവിച്ചു തെളിവ് എന്താന്ന് യുക്തിവാദി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? തെളിവില്ല. പിന്നെ ഇതല്ലേ അവരുടെ ഡൗട്ടാവും. എന്ത്? ഞാൻ എന്തുവാ നബി ജീവിച്ചിട്ടില്ലേ? ഒരു നന്മക്ക് വേണ്ടിയാണ് തിന്മ കയറി വരിക. നിങ്ങൾ എന്നെ ഭ്രാന്തെന്ന് ചൊല്ലി ഒരു പ്രശ്നം എനിക്കില്ലട്ടോ. നിങ്ങൾ എന്നെ സ്വീകരിക്കണം, എൻ്റെ ബാധ്യത. ഞാനീ പറഞ്ഞ മുഴുവനാക്കാം. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി എഴുതി ചൊല്ലി മുഹമ്മദ് മുസ്തഫ ജീവിച്ചിരിപ്പിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ വാദിക്കാതെ ലോകം അവസാനിക്കൂല. തൊട്ട് മുമ്പുള്ള ആൾ ജീവിച്ചിട്ടില്ല. യൂറോപ്യൻ നമസ്കാരമാണ് നമ്മളെ നമസ്കാരം. യൂറോപ്പിൽ എന്താണോ അത് നന്മക്ക് വേണ്ടി തിന്മകരുടെ നന്മക്ക് വേണ്ടി തിന്മകൾ. അതായത് ഒരു നന്മ. ഇപ്പൊ യുക്തിവാദിയെ വാദപ്രതിവാദത്തിൽ പരാജയപ്പെടുത്തുക എന്ന നന്മയില്ലേ? ആ നന്മയിലേക്ക് നീ ഇറങ്ങിയപ്പോൾ തിന്മ കയറി വന്നു. നീ അതുവഴി യുക്തിവാദിയായി ആകും. കാരണം അപ്പോൾ നിനക്ക് ബുദ്ധിപരമായ തെളിവുകൾ വേണ്ടി വരും. ചിലതിന് ബുദ്ധിപരമായ തെളിവുകൾ ഉണ്ടാവില്ല. ഈ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി ശരീരത്തിന്റെ ഉൽപ്പന്നം. ശരീരോ നിസ്സാര സാധനം. ശരീരത്തിലുണ്ടായ ഒരു സൃഷ്ടിപ്പിലുണ്ടായ ഒരു കരണ്ട് പാസേജ് ആണല്ലോ എന്ത്? അതല്ലേ ബുദ്ധി. ബുദ്ധിയാണ് നിസ്സാര സാധനം. ബുദ്ധി എന്നത് ഇതല്ലേ? ബുദ്ധി ഇങ്ങനെ ഉണ്ടായതാണ്. ഭൂമിന്ന് അല്ലാഹു അമ്പതക്കും മിനൽ അർദി നബാതൻ. ഭൂമിയിലെ സസ്യമാണ് മനുഷ്യൻ. ആ സസ്യത്തിൽ മുളച്ചതാണ് എന്ത്? ബുദ്ധി ഇങ്ങനെ ഉണ്ടായതാണ്. ഇങ്ങനെ ഉണ്ടായ സാധനത്തിൽ മുഴുവൻ നിസ്സാരത്തന്നെ. അങ്ങനെ മുളച്ച
വന്നതാ. ഒന്ന് സമാവിയ, ഒന്ന് അർദിയ. റൂഹിന്റെ കരുത്ത് ഒരിക്കലും അക്കലിനുണ്ടാവില്ല. അക്കലിനെ ആശ്രയിച്ചാൽ മനുഷ്യൻ നിരീശ്വരവാദിയാവും. ബുദ്ധിക്കൊരു പരിധിയുണ്ട്. ബുദ്ധിക്ക് അതിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. സാധുവാണ്, പാവം ആളാണ് ബുദ്ധി. അതിന് പരിധിയുണ്ട്. ബുദ്ധി തെജിരിപ്പയിൽ നിന്നാണ് കണ്ടെത്തുക. അതായത് പരിചയങ്ങളിൽ നിന്നാണ് ബുദ്ധി കാര്യത്തെ കണ്ടെത്തുക. പരിചയം ഇല്ലെങ്കിൽ ബുദ്ധിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പരിചയങ്ങളിൽ നിന്നാണ് കാര്യങ്ങളെ സ്ഥിരീകരിക്കൽ ബുദ്ധി. റൂഹ് അങ്ങനെയല്ല. റൂഹ് എന്ന് പറഞ്ഞ ഒരു ലോകത്ത് കടന്നു വന്നതാണ്. അതിന് മറ നീങ്ങിയാൽ മതി കാര്യങ്ങൾ ഒഴിവാക്കാൻ. അതിനൊന്നും അഡാപ്റ്റ് ചെയ്യണ്ട. അതൊരു മഹാലോകത്തിലൂടെ, സമാവിയായ മഹാലോകം കടന്നു വന്നതാണ് എന്ത്? റൂഹ്. ആ റൂഹിനെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ നീയായി എന്ത് ചെയ്തു? അതിനെ കവർ ചെയ്തു. എന്തുകൊണ്ട് കവർ ചെയ്തു? നിന്റെ അധമ വികാരങ്ങൾ കൊണ്ട്. ഈ വികാരങ്ങൾ കൊണ്ടാണ് അതിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്തത്. ഇപ്പൊ സന്യാസി എന്താ ചെയ്യുന്നത്? വികാര വിചാരങ്ങളെ നിയന്ത്രിക്കല സന്യാസി. മുസ്ലിം സന്യാസിയായാലും ഹിന്ദു സന്യാസിയായാലും. എന്താണ് ഈ സന്യാസം? ഇത് സന്യാസം സ്വന്തത്തെ നസ്യം ചെയ്യുക, സ്വന്തത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുക, സ്വന്തത്തിന്റെ താല്പര്യങ്ങളെ ഒഴിവാക്കുക. അതാണ് സംന്യസ്യം, അതാണ് സന്യാസം. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യാം മനസ്സിലായില്ല. 0 ടെമ്പറേച്ചറിൽ വരെ മൈനസിൽ അവരെന്ത് ചെയ്യും? അവർ ഐസ് പോലെയുള്ള വെള്ളത്തിൽ ചാടും. ഹിമാലയത്തിലെ വെള്ളത്തിൽ ചാടിയിട്ട് വസ്ത്രത്തോടു കൂടെ ചാടി. ഇപ്പൊ ഞാൻ മാഷും സംസാരിച്ചൊരു വിഷയമാണത്. വസ്ത്രത്തിലൂടെ വെള്ളച്ചാടി തപസ് ചെയ്യുന്ന സന്യാസം അവിടെ തന്നെ വന്നിരിക്കും. എന്തുകൊണ്ട്? അഥമ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സന്യാസി കഴിഞ്ഞാൽ ഇത് സൂഫിക്കും കഴിയും. സൂഫിയും മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ സ്വന്തത്തിന്റെ താല്പര്യങ്ങളെ അനിച്ചു. പക്ഷെ ഇന്നിപ്പോ സന്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ആക്ടാണ്. വേഷഭൂഷാദികൾ. അതിന്റെ ഇടയിൽ ഭൗതികത കയറി വന്നത് സന്യാസിയും അറിഞ്ഞില്ല. ഇന്നിപ്പോ സൂഫി എന്ന് പറഞ്ഞാൽ ഇന്ന് സൂഫി എന്ന നോട്ടീസിൽ സൂഫി സാദാത്തുക്കളും സൂഫി വര്യന്മാരും ആരിഫ്യങ്ങളും പങ്കെടുക്കുന്നു. എന്റെ വാപ്പ പറയും ആരിഫിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആവും. ഇന്ന് നമ്മൾ ആ ഭൗതികതയുടെ നമ്മൾ ആവശ്യത്തിന്റെ പിന്നാലെ പോയപ്പോ നമ്മൾ ഭൗതികതക്ക് അടിമപ്പെട്ടു. ആര്? സന്യാസിയും മോലിയരും ഔലിയും ഒക്കെ ദുനിയാവിന് അടിമപ്പെട്ടു. നീ പുറകോട്ട് പോകണം. സമൂഹത്തിന് നടുവിൽ നടക്കൂല. സ്വന്തം താല്പര്യങ്ങളെ ഹനിക്കാൻ അവർക്ക് കഴിയണം. കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നഗ്നനായ ഒരു സന്യാസി, എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഒരു കഥയാ. ഒരു ഫലിതം പോലെയുള്ള ഒരു കഥയാണ്. കാട്ടിൽ തപസ് ചെയ്ത സന്യാസി ഉണ്ടായിരുന്നു. നാട്ടിൽ ആവുമ്പോൾ സന്യാസ് തപസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൊടുങ്കാട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യൂ? തപസ് ചെയ്യും. എല്ലാം ഒഴിവാക്കി നഗ്നനായി, ആരും കാണാനില്ലല്ലോ. നഗ്നനായി എന്ത് ചെയ്ത് തനിക്കാകണ്ടായിരുന്ന ഒരു കോണകം, ഈ കോണകം അഴിച്ചിട്ട് പാറപ്പുറത്ത് വെച്ചിട്ട് സന്യാസി തപസ് ചെയ്യും. ഒരു കഥയാണ്. അങ്ങനെ ദിവസങ്ങളോളം, ചിലപ്പോൾ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം കണ്ണ് തുറക്കാതെ തപസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കോണകം എലി കാർന്നു നിന്നിട്ടുണ്ട്. കാട്ട് എലികളുണ്ട്. ഈ എലികൾ ഇത് കാർന്നു നിന്നു. ഈ കോണകം. അപ്പൊ പിന്നെ എലികളെ കൊണ്ട് ശല്യായി. അത് ഇപ്പൊ തപസ്സിന് മുടക്കം വന്നു. എന്ത് മനസ്സിലായി? എലി എന്തുകൊണ്ട് കോണകം അയച്ചു വെച്ചാണ് തപസ് ചെയ്താല് ഈ കോണകം ആര് കഴിക്കാണ്? ആര് വിട്ടും? എലി തന്നു. അപ്പോൾ അദ്ദേഹം ഒരു തവണ നാട്ടിലേക്ക് പോയപ്പോൾ, നാട്ടിലിടക്ക് എപ്പോഴും നാട്ടിൽ പോയി അദ്ദേഹം ഒരു പൂച്ചയെ കൊണ്ടുവന്നു. എന്തിന്? എലിയെ തടയാൻ. പൂച്ച ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടാവില്ല, എലി ഉപദ്രവിക്കില്ല. പൂച്ച വരുന്നതോടുകൂടെ വലിയ ആശ്വാസമായി. എന്ത്? അപ്പൊ ഒരു സൗകര്യം എന്ത്? കോണകം സംരക്ഷിക്കപ്പെട്ടു. പ്രൊട്ടക്റ്റഡ് കോണകം. എന്തുകൊണ്ട്? പൂച്ച. പക്ഷെ പൂച്ചക്ക് പുല്ല് മതിയാവില്ല, പൂച്ചക്ക് പാല് കൊടുക്കണം. അപ്പോൾ പൂച്ച എപ്പോഴും മ്യാവും മ്യാവും എന്നാണ്. അത് തപസ്സിനെ ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ പിന്നെ തെറ്റേ തവണ പോയപ്പോൾ അദ്ദേഹം ഒരു പശുവിനെയും കൊണ്ടുവന്നു. അങ്ങനെ പശുവായി പ്രൊട്ടക്റ്റഡ് കോണകം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? പൂച്ചനെ വാങ്ങിയത്. പൂച്ചയെ നിയന്ത്രിക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് വാങ്ങിയത്?
പശു വാങ്ങുന്നതോടുകൂടെ പ്രശ്നം പിന്നെയും വന്നു. പശുവിന് പുല്ലരിയണം, പശുവിന് കൃത്യമായി വെള്ളം കൊടുക്കണം. അപ്പോൾ അദ്ദേഹം ഒരു ഭൃത്യനെ കൊണ്ടുവന്നു. വേലക്കാരനെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം വേലക്കാരൻ മുങ്ങും. കാരണം വേലക്കാരൻ ഭാര്യ മക്കളുണ്ട്. അപ്പൊ അവനോട് പറഞ്ഞാൽ ഭാര്യനെ കുട്ടികളെ കൊണ്ടുവന്നു. പിന്നെ ഇയാൾ പോയി കഴിഞ്ഞാൽ അവനെ പശുവിടെ എന്നാ വരികയെന്ന് പറയാൻ പറ്റൂല. ഇവൻ വേലക്കാരൻ ഭാര്യയെ കാണാൻ വേണ്ടി കുട്ടികളെ കാണാൻ വേണ്ടി പോയി മുങ്ങിയാല് എന്തായെന്നറിയാം, അത്രയും ദിവസം ഇവിടെ പശുവിന്റെ അമറലും മറ്റുകൂടി സന്യാസിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തപസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇയാൾ തപസ് ഭംഗിയെ നടക്കണമെങ്കിൽ ഞാൻ ഭാര്യനെ കൊണ്ടുവരും. അപ്പൊ ഭാര്യ വന്നപ്പോൾ പിന്നെ കുടിൽ കെട്ടേണ്ടി വന്നു, പശുവിന് തൊഴുത്തുണ്ടാക്കി, സംവിധാനങ്ങളെല്ലാം. അപ്പൊ എന്തായെന്നറിയാം, സംവിധാനങ്ങൾ തൊഴുത്തായി, എന്തായി, ഭാര്യ അതും അങ്ങനെയായി, മനസ്സിലായതെല്ലാം സൗകര്യങ്ങളാവുമ്പോൾ തന്നെ പിന്നെ ചില സമയത്ത് ഇത് കൃത്യമായി നടക്കൂല, എല്ലാം നിയന്ത്രിക്കാൻ പശുവിന് പിന്നെ പുല്ലുകൊടുത്തോ. ഇവർ രണ്ടാളും കുടിയിൽ കയറി വാതിലടച്ചാൽ പശുവിന് നേരത്തെ പുല്ല് കൊടുക്കുന്നുള്ളൂ. ഇന്ന് നോക്കാൻ ഒരാൾ വേണം. അപ്പോൾ സന്യാസി ഒരു കല്യാണം കഴിക്കുക, വേറെ ആരെ നിർത്തിയാലും ഓന് പിന്നെ പെണ്ണെട്ടേണ്ടി വരും. അപ്പൊ അതും പ്രശ്നമാവും. അപ്പൊ സന്യാസി എന്ത് ചെയ്തു, ഒരു കല്യാണം കഴിച്ചിട്ട്. ഇതൊക്കെ സന്യാസി എന്തിനാണ് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട തന്റെ തപസ്സിനെ തടയാൻ പാടില്ല. അങ്ങനെ നാട്ടിലിറങ്ങിപ്പോയി സന്യാസി ഒരു കല്യാണം കഴിച്ച് ഭാര്യനെയും കൊണ്ട്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ എന്ത് നടക്കും, തപസ് നടക്കും. അതെല്ലാം ഭാര്യ നിയന്ത്രിക്കും. രാത്രി കാലങ്ങളിൽ അവളെ കൂടെ കിടന്നാൽ മതി. എന്നാലും തപസ്സിന് കുഴപ്പമൊന്നുമില്ല, പകരം കൃത്യമായി തപസ് നടക്കുന്നുണ്ട്. അപ്പോഴത്തിന് ഭാര്യക്ക് ഗർഭായി, പിന്നെ ഒരു കുട്ടിയായി 2 കുട്ടിയായി. നോക്കുമ്പോ ഇവിടെ എന്തായി, പിന്നെ അതൊരു ഗ്രാമമായി മാറി. പിന്നെ മനസ്സിലായില്ല, കാട്ടിൽ തപസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്ത സൗകര്യങ്ങൾ പിന്നെ കാടിനെ നാടാക്കി മാറ്റി. പിന്നെ സ്കൂൾ വേണ്ടിയെന്നോ മദ്രസ വേണ്ടിയെന്നോ പലതും വേണ്ടിയെന്നോ മനസ്സിലായില്ല. ഇതാണ് പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് കഴിഞ്ഞില്ല. സന്യാസിക്ക് സംഭവിച്ചതാണ് സത്യത്തിൽ സമസ്തക്ക് സംഭവിച്ചത്. കുറ്റല്ല ഞാനീ പറയുന്നത്, കുറ്റല്ല. ഞാനൊരു അന്വേഷകന്റെ ത്വരയോടുകൂടെ കാര്യങ്ങളൊന്നിങ്ങനെ പറഞ്ഞതാണ്. എന്തിനാണ് സന്യാസിക്ക് എന്തിനാ അവിടെ പോയത്? തപസ് ചെയ്യാൻ. ഇപ്പൊ അവിടെ എന്താ ഇല്ലാതായത്? ഇനി ഇവിടെ തപസ് നടക്കൂല. ഇനി എന്തെങ്കിലും തപസ് നടക്കാം. പിന്നെ അവിടെ എന്തായി, പിന്നെ അവിടെ PT ആയി, മറ്റു സ്കൂളുകളുടെ PT ആയി, മറ്റേതായി പഞ്ചായത്തായി, വില്ലേജായി. ഇനി കുപ്പായം തുണിയിട്ട് നടക്കണം, പ്രശ്നമല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ ചരിത്രത്തിൽ എഴുതി വെക്കാം. എന്ത്? ബഹുമാനപ്പെട്ട ഇന്നാലിന്ന സന്യാസി ഒരിക്കൽ തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഈ നാടുണ്ടായത്, ഈ പഞ്ചായത്ത് അങ്ങനെയാണ് ഉണ്ടായത്. അത് നമുക്ക് എഴുതി വെക്കാം, ചരിത്രത്തിൽ എഴുതി വെക്കാം. തപസ് ഞാൻ നടക്കൂല. തപസ്സിനായിരുന്നു സന്യാസി വന്നത് എന്ന് പോലും ആലോചിക്കാൻ നേരം കിട്ടാത്ത വിധത്തിൽ സന്യാസി. ചിലപ്പോൾ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സന്യാസി ആയിരിക്കും. ഞങ്ങളുടെ UDF ആയി LDF ആയി തല്ലായി സമ്മേളനങ്ങളായി, ഇനി ജാഥകളായി, വാദപ്രതിവാദങ്ങളായി, പലതുമായി ഭയങ്കര പ്രശ്നങ്ങളായി. എന്താ അടിസ്ഥാന കാരണം? ഒരു കോണകം. ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. നമ്മുടെ അടിസ്ഥാന ധർമ്മങ്ങൾക്ക് പിന്നാലെ നമ്മൾ സൗകര്യത്തെ തേടി പോകുമ്പോൾ അടിസ്ഥാന ധർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് സന്യാസി. സന്യാസി നസ്യം ചെയ്യാണ്, സ്വന്തത്തെ ഇല്ലാതെയാക്കുക. പിന്നെ അവിടെ ഒന്നും വേണ്ട. അവർക്ക് അധമവികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. അധമവികാരങ്ങളെ നിയന്ത്രിക്കുന്നതോടുകൂടെ റൂഹ് ഉണരും. റൂഹ് ഉണർച്ചയിൽ തന്നെ ഉദാഹരണം പറയാം, ഇത് ഈ ബൾബിന്റെ മേലെ നിങ്ങൾ കുറച്ച് ഒരു കറുകറുത്ത ഒരു സാധനം വെച്ച് ഒട്ടിച്ചാൽ ഈ വെളിച്ചവിടെ വരില്ല. പിന്നെ അത് നീക്കം ചെയ്യണം. മനസ്സിലായില്ലേ? ബുദ്ധിക്കൊരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം അത് പറഞ്ഞോണ്ടാ ഈ വിഷയമൊക്കെ പറഞ്ഞ്. ബുദ്ധിക്കൊരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിക്ക് കഴിയൂല. ബുദ്ധിക്കൊരു പരിധിയുണ്ട്. ബുദ്ധി ഭൂമിയിൽ മുളച്ചതാണ്. റൂഹ് അങ്ങനെയല്ല, റൂഹ് സമാവിയാണ്. മനസ്സിലായില്ലേ? അത് ഇറങ്ങി വന്നതാണ്. അതിനെന്താണ് ഒരു ഇലാഹി ടച്ച് ഉണ്ടായിരുന്നു. അത് അള്ളാഹുവോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ടച്ച് ഉണ്ടാവുമല്ലോ. മനസ്സിലായില്ല? ഏത് റൂഹും ഭൂമിയിൽ ശുദ്ധമായി വന്നതാണ്. പടച്ചോണ്ട് സംസാരിച്ച റൂഹല്ലേ അത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ ഫജാഅതുഹും അശ്ശയാതീൻ ഫജതലതുഹും അൻ ദീനിഹിം എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ അടിമകളെ മുഴുവനും ശുദ്ധരും നല്ലവരുമായിട്ടാണ് സൃഷ്ടിച്ചത്. അബൂജഹലിനെ അങ്ങനെയാണ്. അബൂജഹലിന്റെ റൂഹും ഭൂമിയിൽ വന്നപ്പോൾ ശുദ്ധ അധമവികാരങ്ങൾ കൊണ്ട് എന്തായി പോയി? അതിന് പുകമറയായി. പിന്നെ അത് കെട്ടുപോയി.
ഒരു പരിധിക്കപ്പുറം പിന്നെ നിൽക്കൂല. അതായത് ഇതിനെ നമ്മൾ അടച്ചങ്ങോട്ട് വെച്ചാൽ പിന്നെ അത് പുറത്തു വരാൻ കഴിയാതെ പിന്നെ അവസാനം എന്താ എന്ത് ചെയ്യും? കെട്ടു, പിന്നെ നന്നാവൂല. ബുദ്ധിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രഹ്മി കുടിക്കണം, ബുദ്ധി ഉഷാറാക്കാൻ. എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോയിലൊരു പരസ്യം, കുട്ടികളെ ബുദ്ധി നന്നാക്കാൻ, പിന്നെ പരീക്ഷ ജയിക്കാൻ ബ്രഹ്മി കുടിക്കുക. ബ്രഹ്മി പറഞ്ഞൊരു സന്തോഷ് ബ്രഹ്മിയിൽ കുളിച്ചിട്ട് റൂഹ് നന്നാവില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ബുദ്ധിക്ക് നെല്ലിക്ക കഷായം കുടിച്ചാൽ ബുദ്ധി എന്നാവും, ബ്രഹ്മി കുടിച്ചാൽ, ചവനപ്രാശം കുടിച്ചാൽ ബുദ്ധി എന്നാവും. റൂഹ് നന്നാകാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത്? റൂഹിൻ്റെ ലോകത്ത് നിന്ന് വരുമ്പോൾ ആ ലോകത്തോടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുക. അത് അവിടെ പടച്ചോൻ്റെ ലോകത്ത് നിന്നാണ് ആര് വന്നത്? ആത്മാവ് വന്നത്. പടച്ചോനോട് ബന്ധം നിലനിർത്തിയാൽ തന്നെ റൂഹ് ഉണർന്നു. റൂഹിന് ഇനി ഉറങ്ങലില്ല. റൂഹ് ഇൻ്റലിജൻ്റ് ആണ്. അതിന് നമ്മൾ കെടുത്താണ്. അധമവികാരങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് ഉഷാറാകും. അപ്പൊ യുക്തിവാദിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നബി ജനിച്ചിട്ടുണ്ടോ, മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിട്ടില്ല എന്ന് ഇതാ സനൽ എടമറുഗ് ഇവിടെ മാഷ് പറഞ്ഞല്ലോ. സനൽ എടമറുഗിന് യേശു ചരിത്ര പുരുഷനല്ല എന്ന പുസ്തകമുണ്ട്. യൂറോപ്പ് മുഴുവനും അനവധി ആളുകൾ ഈ അഭിപ്രായക്കാരാണ്. യേശു ഒരു മിത്താണ്, യേശു എന്നൊരാൾ ജീവിച്ചിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളും പറയാൻ തുടങ്ങും മുഹമ്മദ് ജീവിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കയ്യിൽ തെളിവില്ല. തെളിവ് എന്താണ്? തെളിവ് എന്താ? ചരിത്രം. ഒരു ഉദാഹരണം പറയാൻ, എബ്രഹാം ലിങ്കൻ ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എബ്രഹാം ലിങ്കൻ്റെ വീട്, എബ്രഹാം ലിങ്കൻ്റെ അച്ഛനമ്മമാർ, ചരിത്രം, കാര്യം. പിന്നെ നബിൻ്റെ ഉമ്മാനും പാപ്പാനെ ഏതായാലും നമ്മൾ പണ്ടേ അംഗീകരിക്കില്ല. വീടും പൊളിച്ചു. ഇനിയിപ്പോൾ നബിയെ മിത്താക്കുന്നതിൽ എന്താ പ്രശ്നം? മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടില്ല, മുഹമ്മദ് നബി ജീവിച്ചിരുന്നിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ പറയാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവസാനിപ്പിക്കാണ്, സമയം കഴിഞ്ഞു. അവസാനിപ്പിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ പെടുത്തട്ടെ. നാളെ പറയാ ബാക്കി. ബഷീറുൻ അവിടുന്ന് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ്. നദീറുൻ മുന്നറിയിപ്പുകാരനാണ്. ആഖിബുൻ അനന്തരവനാണ്. ആ നന്മയെ തുടർത്തി വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. വസനാഉഹു അവിടുത്തെ പ്രകീർത്തനങ്ങൾ ജാഹ ബിഹിൽ ഫുർഖാൻ, പരിശുദ്ധ ഫുർഖാൻ അലീം, അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ബഅദ സ്വഹാഫി, മറ്റുള്ള വേദഗ്രന്ഥങ്ങളും ഏടുകളും അത് ചർച്ച ചെയ്തതിന് ശേഷം എല്ലാ ഏടുകളും നബിയെ ചർച്ച ചെയ്തു. അവസാനം നബിയുടെ മനോഹരമായ പ്രശംസയും കൊണ്ടാണ് ആര് വന്നത്? ഫുർഖാൻ അലീം വന്നത്. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഫാത്തിഹ മുഴുവൻ റസൂലുള്ളാഹിന്റെ സനാഅാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ മുഴുവൻ റസൂലുള്ളാഹിന്റെ സനാഅാണ്. ഖുർആൻ മുഴുവൻ റസൂലുള്ളാഹിന്റെ സനാഅാണ്. ഒന്നാമത്തെ സൂറത്ത് മുതൽ അവസാനത്തെ സൂറത്ത് വരെ പരത്തി പഠിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ സനാഅ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനമില്ലാത്ത ഒരു വരി ഖുർആനിലില്ല. പഠിക്കണം. കുറേ ആളുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഫാത്തിഹ സൂറത്ത് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചാടിയിരുന്നു. പിന്നെ വർത്താനം പറഞ്ഞു, ഒറ്റ പ്രസംഗം, മറുപടി ഒന്നുമില്ല. ഫാത്തിഹ സൂറത്ത് അത് ഒരു പ്രസംഗമൊന്നും പോരാ, തറിയും പറഞ്ഞാൽ തീരില്ല. ഫാത്തിഹ സൂറത്ത് മാത്രമല്ല, 114 അധ്യായത്തിൽ ഒളിഞ്ഞു കിടക്കേണ്ട എന്ത്? സനാഉൻ നബിയിൽ മുസ്തഫ. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനമില്ലാത്ത ഒരു ഹർഫോ ഒരു കലിമത്തോ ഒരു വരി ഖുർആനിലില്ല. പഠിക്കണം. പഠിക്കാതെ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം ഈ റൂമിൽ ഇപ്പം നമ്മളുണ്ട്. നമ്മൾ കാണാത്ത സൃഷ്ടികളുണ്ടോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പഠിച്ചാൽ പറയാൻ കഴിയും. ശരിക്കൊരു പഠനം നടത്തിയാൽ ഇവിടെ വേറെ ഉണ്ടായിരുന്നു നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ സൂക്ഷ്മമായി ചിലപ്പോൾ കൊല്ലങ്ങൾ എടുക്കും. ഇത് നിങ്ങൾ ഇങ്ങനെ വെച്ചു, നാളെ വന്നപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിലോ മുറി പൂട്ടിപ്പോയി, താക്കൂലിങ്ങളെ കയ്യിൽ ഇതിങ്ങനെ വെച്ചു. അപ്പം ഇതെന്താണ്? ഇതിങ്ങനെയാണ്. പിറ്റേന്ന് വന്നപ്പോൾ ഇത് ഇങ്ങനെയാണ്. നോക്കുക, മുറിവായി ഇങ്ങോട്ടാണ്. അപ്പോൾ ഒരു ടച്ച് വന്നിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ വെച്ച്. ജിന്നുകളുടെ ലോകം എന്ന പ്രഭാഷണം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ജിന്നുകളുടെ ലോകം എന്ന നമ്മൾ പ്രഭാഷണം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറയാം, മിക്കവാറും റബീഉൽ ലെവൽ തന്നെ ആരംഭിക്കും ജിന്നുകളുടെ ലോകം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. ആഴ്ചയിൽ 2 ക്ലാസ് ജിന്നുകളുടെ ലോകം. ഇൻഷാ അല്ലാഹ്.
അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്കാം ഏതായാലും അങ്ങനെ പ്രസംഗം വരുന്നുണ്ട്. നമ്മൾ സൂക്ഷ്മമായി പഠനം നടത്തിയാൽ ഇതിലെല്ലാം നമ്മുടെ ടച്ചിങ് പിന്നെ കണ്ടെത്താൻ കഴിയും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ലല്ലോ. പക്ഷെ പിന്നെ അവൾ അപ്പത്തിന് അവിടെ മനസ്സ് പോവും. പഠനം നടത്തണം. അപ്പം നമുക്ക് മനസ്സിലാവും വേറെ ആളുണ്ട്. ഒരു പക്ഷെ നമ്മൾ വല്ലാതെ പഠനം നടത്തും. നമ്മളോട് പറയും, പിന്നെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ട്, അവരെന്നെ പറയും. അവർ തന്നെ നമ്മളോട് പറയും. അവർ നമ്മളിപ്പോഴത്തെ സൃഷ്ടികളാണ്. നമ്മൾ പഠിക്കാതെ ആണ് സംസാരിക്കുന്നത്. എല്ലാം പഠിച്ചിട്ട് സംസാരിക്കണം. നമ്മൾ അതിൻ്റെ അപ്പുറം പഠിക്കണ്ടാവും. അതിൻ്റെ അപ്പുറമൊക്കെ പഠിക്കണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പല സൈസ് പല ജാതി പൈശാചിക രോഗങ്ങളുള്ള ആളുകൾ വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആന്റെ ക്ലാസ്സിൽ വരിക. പിന്നെ അവർക്ക് ഓപ്ഷനാണ് മാസത്തിൽ ഒരു മജ്‌ലിസിന്റെ മൂത്തടുത്ത വീട്ടിൽ. അടുത്ത മജ്‌ലിസ് ഒക്ടോബർ 12 മഗ്‌രിബിന് ശേഷം ആരംഭിക്കും. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അപ്പോൾ അതിൽ പങ്കെടുക്കണം. എന്ത് തരം പ്രയാസമാണെങ്കിലും അത് അള്ളാഹുവോട് നമ്മൾ കൂടിയിരുന്ന് ദുആ ചെയ്ത് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന ഒരു മതിമാത്തായ ഒരു സംരംഭമാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഒക്ടോബർ 12 അടുത്ത മജ്‌ലിസ് മഗ്‌രിബിന് ശേഷം മൂത്തടുത്ത വീട്ടിലാണ്. കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان പഠിച്ചോനെ ഞങ്ങളെയൊക്കെ നീ റബ്ബേ രക്ഷപ്പെടുത്തണമേ റബ്ബേ. പ്രയാസങ്ങളെ തൊട്ട് കാക്കണമേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. വിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. യഥാർത്ഥ വിജ്ഞാനം നൽകണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين